എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ കാട. മമ്മക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, എനിക്ക് അപ്പൊക്കെ ഇഷ്ടട്ടോ. കാട കണ്ടപ്പോഴേ എനിക്ക് എന്തോ പോലെയാണ്. പിന്നെ അത് ക്ലീൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല. പെട്ടെന്ന് തന്നെ കാട ക്ലീൻ ആക്കി എടുത്തിട്ട് പിന്നെ അതിലേക്കുള്ള മസാല റെഡിയാക്കുന്നതാണ്. ഒരുവിധം എല്ലാ മസാലയും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി കസൂരി മേത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ കോൺഫ്ലവറും അതും ഇച്ചിരി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു. റസ്റ്റ് ചെയ്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവിനെ. പക്ഷേ അതിനുള്ള ടൈം ഇവിടെ എല്ലാത്തിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടിനും. ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ അന്നെ ഒരുപാട് പ്രാവശ്യം വന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ആയണോന്ന് അറിയാൻ. എണ്ണയിലേക്ക് കാട ഇടുന്നതിന് മുന്നേ ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. കാട ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് ഞാനിതാ ഇടലും ഇച്ചിരി പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി വെച്ച് ക്ലീനിങ് ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും കാട ഇവിടെ സെറ്റായി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതിനെ മറിച്ചെല്ലാം ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കൂടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നായും ചെയ്തു. പിന്നെ വേഗം തന്നെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ. ഫ്രൈ ചെയ്തത് 3 കാടയാണെങ്കിലും ഫ്രൈ ചെയ്ത് വന്നപ്പം അത് തീരെ കാണാനില്ല.